വരുന്നു എൻ്റെ ചക്കര ദിന്തികൾ മുത്തുമണീസ്. അപ്പോൾ ഇവിടെ 2 കുഞ്ഞുങ്ങൾ കളിക്കാൻ വിളിച്ചു കേട്ടോ. അവരുടെ അടുത്ത് പറയാൻ പോയതാണ് ഞങ്ങൾ അത്താടെയും അമ്മയുടെയും കൂടെ കൊല്ലം വരെ ഒന്ന് പോവുകയാണെന്ന്. അപ്പം നമ്മുടെ സലീം കോടത്തോൻ്റെ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയി മുത്തുമണീസ്. പോകുന്ന വഴിയിൽ പൊന്നൂസും മോണ്ടനും ചെറുതായിട്ട് വിശന്നു. അപ്പോൾ ഇത് 5 രൂപ പൊരിപ്പ് കിട്ടുന്നൊരു കട കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുഞ്ഞി പരിപ്പ് വട, കുഞ്ഞു ബജ്ജി, കുഞ്ഞു ഉഴുന്നുവട, കുഞ്ഞു ഉള്ളിവടയൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. കൊല്ലത്ത് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ് മുത്തുമണീസ്. കട കയറിയ പാടെ മോനക്കുട്ട ഒരു സൈക്കിളിൽ അങ്ങ് കയറി, പൊന്നു അവളെക്കാളും വലിയൊരു സൈക്കിളിൽ വലിഞ്ഞങ്ങ് കയറി കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് നല്ലോണം വണ്ണം വെച്ചു. അതുമല്ല ഇനി വീടിൻ്റെ കഥയൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ട വരും. എപ്പോഴും വണ്ണം കുറച്ച് വെയിറ്റ് കൂടുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ജിമ്മിന് പോകണം. അങ്ങനെ ഓടി അണ്ണനെയും വിളിച്ചുകൊണ്ട് ജിമ്മിന് അങ്ങ് പോകും. 6 മാസത്തെ പാക്കേജ് എടുക്കും, ഒരു 10 ദിവസം പോകും, പിന്നെ പോകത്തില്ല. ഇപ്പം ലാസ്റ്റ് 6 മാസത്തെ പാക്കേജ് എടുത്തിട്ട് ഞാനൊരു 12 ദിവസം പോയി കാണും കേട്ടോ. ആ പൈസ വെറുതെ പോയി. അപ്പം പിന്നെ എപ്പോഴും ചെന്നിങ്ങനെ പൈസ കൊടുത്ത് പോവാതിരിക്കുന്നതിലും നല്ലത് ഒരു മെഷീൻ അങ്ങ് വീട്ടിലേക്ക് മേടിക്കുന്നതല്ലേ എന്ന് അണ്ണൻ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, മടി പിടിക്കണ്ട, അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ നാളെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ കാണിക്കാമേ. അപ്പോൾ ഇതേ തൊട്ടടുത്ത് കടയിൽ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എപ്പോഴും നമ്മൾ റീൽസിലൊക്കെ കാണുന്നതാണ്. പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ഇത് അതിലൊരു സംഭവം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കൊതി നോക്കിയിരിക്കാറുണ്ട്. ഇന്നാണ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ പുനലൂർ ഈ സംഭവം വന്നിട്ടില്ലല്ലോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്നു കൊല്ലം വരെ. പൊന്നൂസിനെ കൊണ്ടുതന്നെ ബീച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ അടുത്ത് വെറൈറ്റി ദോശ കിട്ടുന്നൊരു കട കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നല്ല ചീസി ഒരു ദോശ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കാറിലിരുന്ന് കഴിച്ചു. പിന്നെ ഇതാ ബീച്ചിന് അങ്ങോട്ട് നടന്ന് പോയപ്പോൾ കുതിര കണ്ടു. അപ്പോൾ പൊന്നൂസിനെ കൊണ്ടുതന്നെ കുതിര സവാരി ചെയ്യണം. അങ്ങനെ 2 പേരെയും കുതിരയുടെ മണ്ടേ കയറ്റി പറഞ്ഞങ്ങ് വിട്ടു, എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. പിന്നല്ല, അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ രാത്രി ഒരു 11 മണിയായപ്പോഴാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയത്. അപ്പോൾ പൊറോട്ടയും പുട്ടും വാരിയൽ കറിയും നല്ല ലിവർ ഫ്രൈയും വാങ്ങിച്ച് വെച്ചു എന്നേ പറയാൻ പറ്റൂ. എൻ്റെ പൊന്നേ, ഭയങ്കര എരിയായിരുന്നു കേട്ടോ. എരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് കഴിച്ചത്, അത്രയ്ക്ക് എരിയായിരുന്നു.